രാജ്യവ്യാപകമായി സർവീസ് റദ്ദാക്കുന്നതിനിടെ ഇൻഡിഗോയ്ക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം. യാത്രക്കാർക്ക് 2 ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് നിരക്ക് തിരികെ നൽകണം. പണം തിരികെ നൽകാൻ വൈകിയാൽ കർശന നടപടിയെടുക്കുമെന്നും വ്യോമയാന മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, ഇൻഡിഗോയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒപ്പം കൊള്ളലാഭം ഈടാക്കാനുള്ള മറ്റ് വിമാന സർവീസുകളുടെ നടപടിക്കെതിരെയും കേന്ദ്രം ഒടുവിൽ രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് മാത്രം ഈ ഇൻഡിഗോ പ്രതിസന്ധിയിൽ രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിൽ 400-ലധികം സർവീസുകളാണ് മുടങ്ങിയത്. ഡൽഹിയിൽ, മുംബൈ, അഹമ്മദാബാദ്, ചെന്നൈ, ബംഗളൂരു വിമാനത്താവളങ്ങളിൽ മാത്രമാണ് ഇത്രയും സർവീസുകൾ മുടങ്ങിയത്. മറ്റു വിമാനത്താവളങ്ങളിലും സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നേരത്തെ പ്രതിപക്ഷ നേതാക്കൾ, എംപിമാരടക്കമുള്ളവർ ഈ മറ്റ് വിമാന കമ്പനികൾ വിമാന നിരക്ക് വലിയ രീതിയിൽ ഉയർത്തിയതിനെതിരെ രംഗത്ത് വന്നത്. ഇത് കേന്ദ്ര സർക്കാരും വിമാന കമ്പനികളും തമ്മിൽ നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ്, ഒരു ഒത്തുകളിയാണ് എന്നൊക്കെയുള്ള ഒരു ആരോപണം പ്രതിപക്ഷ എംപിമാർ ഉന്നയിച്ചിരുന്നു. മാത്രമല്ല, വ്യോമയാന മന്ത്രാലയം നേരത്തെ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും വിമാന നിരക്ക് ഈ കുത്തനെ ഉയർന്നതിനെ സംബന്ധിച്ച് ഒരു തീരുമാനമെടുത്തിരുന്നില്ല. അതിനിടയിലാണ് ഇപ്പോൾ ഒരു പ്രസ്താവന വ്യോമയാന മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത്, ചില വിമാന കമ്പനികൾ ഇത്തരത്തിൽ ഒരു പ്രശ്നം ചൂഷണം ചെയ്ത് വിമാന നിരക്ക് വലിയ രീതിയിൽ ഉയർത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഗൗരവതരമാണെന്നും വിമാന കമ്പനികൾ മുൻ നിശ്ചയിച്ച പ്രകാരം അത് പ്രകാരമുള്ള പരിധി കടന്ന് വിമാന നിരക്ക് ഈടാക്കരുതെന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം നൽകിയിട്ടുള്ളത്. ഈ നിർദ്ദേശം മറികടന്നാൽ കർശന നടപടിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഇൻഡിഗോയ്ക്കും പ്രത്യേക ഒരു മുന്നറിയിപ്പ് വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ നേരത്തെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് റദ്ദാക്കിയ ഈ സർവീസുകൾ ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റുകളുടെ റീഫണ്ട് അത് 7-ാം തീയതി രാത്രി 8 മണിക്കുള്ളിൽ തന്നെ യാത്രക്കാർക്ക് തിരികെ നൽകണമെന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് വ്യോമയാന മന്ത്രാലയം ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് വൈകി കഴിഞ്ഞാൽ കർശന നടപടിയെടുക്കുമെന്നുള്ളൊരു നിർദ്ദേശവും ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. എന്തായാലും 400-ലധികം സർവീസുകൾ ഇതിനോടകം തന്നെ ഇന്ന് മാത്രം റദ്ദാക്കിയിട്ടുണ്ട്. ഇത് ഡിസംബർ 10-നും 15-നും ഇടയിൽ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് കഴിഞ്ഞ ദിവസം ഇൻഡിഗോ സിഇഒ പീറ്റർ എൽബർ അടക്കമുള്ളവർ പങ്കുവച്ചത്. എന്തായാലും ഇപ്പോഴും രാജ്യത്തെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലടക്കം യാത്രക്കാർ വളരെയേറെ ബുദ്ധിമുട്ടി നിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം മുൻപ് തന്നെ റദ്ദായ വിമാനം അതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവർ പോലും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവർക്ക് തൊട്ടടുത്ത ഹോട്ടലുകളിൽ റൂം ബുക്ക് ചെയ്ത് നൽകിയിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ തന്നെ തിരികെ അവരുടെ ആവശ്യങ്ങൾക്ക് അവരെവിടെയാണ് ബുക്ക് ചെയ്ത് ആ സ്പോട്ടിലേക്ക് തിരികെ പോകാൻ സാധിച്ചിട്ടില്ല. അങ്ങനത്തെ പ്രതിസന്ധികൾക്ക് ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും 5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ചില വിമാന നിരക്ക് അത് ഏതാണ്ട് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലൊക്കെ തന്നെ നേരത്തെ 5000 മുതൽ 10000 വരെ ആയിരുന്ന ടിക്കറ്റ് നിരക്ക് ഏതാണ്ട് 80,000-ഉം 70,000-ഉം വരെയൊക്കെ ഉയർന്നു. അതായത് 5 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെയാണ് ചില വിമാന കമ്പനികൾ ഈടാക്കിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വ്യോമയാന മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ടത്. ശരി അജീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.